അപ്പൊ ഞാൻ ചോദിച്ചതിന് മൂപ്പർക്ക് മറുപടി ഇല്ല. ഏത് പ്രാർത്ഥനയുടെ നിർവചനം അബദ്ധമാണോ അല്ലേ, ഈ നിങ്ങളുടെ നിർവചന പ്രകാരം ഈസാ നബി മുശ്രിക്കാണോ അല്ലേ, അത് മൂപ്പർക്ക് സമ്മതിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അയാൾക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകണം ഞങ്ങളുടെ നിർവചനം ഈ ഹദീസ് കൊണ്ട് അബദ്ധമാണ് എന്നത്. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ പറയുന്നു, പ്രവാചകന്മാർ ചെയ്യുന്ന വിഷയം അത് പിൻപറ്റാൻ പറ്റുന്നവരാണ് അവിടുത്തെ അനുയായികൾ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിച്ചു കൊടുക്കുകയാണ്, ഉലൈകല്ലദീന ഹദല്ലാഹ്, അല്ലാഹു ഹിദായത്ത് കൊടുത്ത ആളുകളാണ് പ്രവാചകന്മാർ. ഫബിഹുദാഹു മുഖ്തദിഹ്, അവരുടെ വഴി നിങ്ങൾ പിൻപറ്റണം എന്നാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നൽകുന്ന നിർദ്ദേശം. എങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിനു സമീപം ചെന്ന് വഫാത്തായ നബി തങ്ങളെ വിളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഈസാ നബി വിളിക്കുന്ന വിളി ശിർക്കല്ലെങ്കിൽ സുന്നികളായ ഞങ്ങളും വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ വിളിച്ചാൽ ശിർക്കല്ല. അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ ഖബറിടത്തിൽ വന്ന് നബി തങ്ങളെ വിളിക്കണമെന്ന് ഇമാമിങ്ങൾ പറയാൻ കാരണം. നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്ന സമയം എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? യാ റസൂലല്ലാഹ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ലിയഗ്ഫിറ ലീ ദുനൂബി അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖ്ഖിഹി അൻ തഗ്ഫിറ ലീ വതർഹമനി. റസൂലുള്ളാഹിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് കൊണ്ട്, അവിടുത്തെ ജാഹ് കൊണ്ട് അല്ലാഹുവിനോട് കാര്യങ്ങൾ ചോദിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട്, നബിയെ തങ്ങൾ മുഖേന ഞാനിതാ റബ്ബിലേക്ക് മുന്നിടുന്നു എന്ന് വഫാത്തായ നബി തങ്ങളെ ഖബറിന്റെ സമീപത്ത് വന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് സിയാറത്ത് ചെയ്യേണ്ടത് എന്നൊക്കെ ലോകപ്രശസ്ത ഇമാമിയങ്ങൾ പറയാനുള്ള കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ബോധ്യമായി? മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച് താങ്കൾ ആ പറഞ്ഞപ്പോൾ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടാണോ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്? ഇത് തിരിച്ചു തള്ളുന്ന വളരെ ഗൗരവമുള്ള കാര്യമല്ലേ ഈ ലോകത്ത്. ഈ ഒരാൾ പറയുമ്പോ അത് ഇമാമിയങ്ങളെ നിങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ അവരൊരു വിഷയം പറഞ്ഞാലേ അംഗീകരിക്കാവൂ, അല്ലെങ്കിൽ ഈ വിഷയം വെച്ചുകൊണ്ട് അവരൊരു കാര്യം പറഞ്ഞാലേ അംഗീകരിക്കാവൂ. അങ്ങനെയുണ്ടോ? തീർച്ചയായിട്ടും അവിടെ മൊഹീദ്ദീൻ ശൈഖ് നിങ്ങൾക്ക് മറുപടി കിട്ടും എന്ന് പറഞ്ഞിട്ടില്ല. ഈ ഹദീസിൽ ഈസാ നബിക്ക് മറുപടി കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറയുന്നത്, ഈസാ നബി വിളിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും. ഈസാ നബി വിളിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും. അവിടെ നബി തങ്ങൾ പറഞ്ഞോ നിങ്ങൾ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ഉത്തരം തരൂലെന്ന് തന്നെ? അങ്ങനെ പറഞ്ഞോ? നിങ്ങൾ അതും തെളിയിക്കും, അതും തെളിയിക്കും. പിന്നീട് അദ്ദേഹം എന്റെ ഖബറിന്റെ അടുക്കൽ വന്നാൽ, അതായത് ഈസാ നബി അലൈഹിസ്സലാം വന്ന് ചോദിച്ചാൽ കിട്ടുന്ന കാര്യം, അതാണ് ഞാൻ ചോദിച്ചത്. റഫീഖ് ഹസനി പോയി അവിടെ ചെന്ന് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് മറുപടി കിട്ടുമോ ഹദീസിന്റെ വെളിച്ചത്തിൽ എന്നാണ് ചോദിച്ചത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രാത്രി നിസ്കരിച്ചാൽ വളരെ നല്ലതാണ്. വേറെ ആൾക്കാരും കേൾച്ചാൽ കിട്ടുമോ? കൊടുക്കി. ബുഖാരിയുള്ളതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ലൗകാന യുസല്ലി, രാത്രി സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് എന്ന് സഹീഹുൽ ബുഖാരിയില് കിതാബ് തഹജ്ജുദിന്റെ അധ്യായത്തിലുണ്ട്. വേറെ ആളുകൾ നിസ്കരിച്ചാൽ കിട്ടുന്നല്ല എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പ്രവാചകന്റെ അടുക്കൽ സഹാബാക്കൾ വന്ന് ചോദിച്ചു, നമസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ചോദിച്ചപ്പോൾ 5 വക്ത് കൃത്യമായി നമസ്കരിക്കണം. അടുത്തത് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു കൊടുത്തത് എന്താണ്? രാത്രി നമസ്കാരം എന്നാണ്. പ്രവാചകൻ പറഞ്ഞത് ആ വ്യക്തിയെ സംബന്ധിച്ചല്ലോ. അതെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയം ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ തന്നെ നബി പൊതുവായുള്ളതായതുകൊണ്ട് എല്ലാവർക്കും ബാധകമാണ് എന്നത് മൗലവി തുറന്ന് സമ്മതിച്ചു. അവിടെ സമ്മതിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എന്താ സമ്മതിക്കാൻ മതി? എന്താ അവിടെ സമ്മതിക്കാൻ ഇവിടെ പ്രവാചകൻ നേർക്ക് നേരെ
പറഞ്ഞ കാര്യം നമസ്കാരത്തെക്കുറിച്ച്. ഇവിടെ ഹദീസ് കൃത്യമായി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇവിടെ മൗലവിയൊന്നുമല്ല, സാധാരണക്കാരൻ ആയ ഒരാളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, വിളിച്ചോളൂ. അപ്പൊ ആയിക്കോട്ടെ, കുഴപ്പമില്ല, ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് അങ്ങനെ ആവട്ടെ. അപ്പോൾ ഇവിടെ പ്രത്യേകമായി ഹദീസുകൾ പ്രവാചകൻ പറയുന്നത് ഈസാ അലൈഹിസ്സലാം വന്നതിന് ശേഷം. പ്രിയപ്പെട്ട സുഹൃത്തെ, സുഹൃത്തെ, പിന്നെ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഈസാ നബി ലഇൻ ഖാമ അലാ ഖബരി എന്ന് പറഞ്ഞ് ഈസാ നബി എന്നുള്ളതിൽ പരിമിതപ്പെടുത്തിയത് കൊണ്ട് അത് ഈസാ നബിക്ക് മാത്രം ബാധകമാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു വ്യക്തിയെ പരിമിതപ്പെടുത്തിയതിന് സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് പറഞ്ഞപ്പോ താങ്കൾ ചെയ്തത് വേറെ കുറെ ഹദീസിൽ അങ്ങനെയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇത് എല്ലാവർക്കും ബാധകമാണ് എന്നാണ്. ഞാനും പറയുന്നത് ഇതാണ്, ഈ ലഇൻ ഖാമ എന്നുള്ളതിൽ അവിടെ ഈസാ നബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മഹാനരായ ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയാണ് അവിടെ വന്ന് പറഞ്ഞതെങ്കിൽ തന്നെ അത് പൊതുവാണ്. കാരണം പ്രവാചകരാണത് പറയുന്നത്. ഈ സംഭവം അല്ലാമ മുസ്നദ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ അല്ലാമ ഹാരിസ് തങ്ങൾ ഉദ്ധരിക്കുന്ന അധ്യായം തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് സർവ്വവ്യാപകമാണ് എന്ന നിലക്കാണ് ഗ്രന്ഥം കൊണ്ടുവരാത്തത് കൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായിരുന്നാലും ഇതൊക്കെ മുസ്നദ് അബൂ യഅലയിലും അങ്ങനെ വിഷയങ്ങളൊക്കെ ഉദ്ധരിക്കുന്നത് അത് പൊതുവായിട്ട് അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതായിരുന്നാലും ഈസാ നബി എന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി, പ്രവാചകന്മാർ വിശ്വാസപരമായി നിർവഹിക്കപ്പെടാനോ അതല്ലെങ്കിൽ അത്തരം തരത്തിൽ എന്തെങ്കിലും നിർവഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു ഹദീസ് ഉദ്ധരിച്ച് ഇമാം ബുഖാരി അത്തരം ഹുക്കുമുകൾ തന്നെ സ്ഥിരീകരിക്കപ്പെടുമെന്ന് സഹീഹിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തിപരം എന്ന് പറഞ്ഞ് തള്ളേണ്ടതില്ല എന്നാണ്. ഇവിടെ നിങ്ങൾ ഇത്രയും പറഞ്ഞത് വിളി വരെയുള്ളൂ, യാ മുഹമ്മദ്, അതുവരെ പൊതുവായി വരുള്ളൂ. ലഉജീബന്നഹു, തീർച്ചയായും മറുപടി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അത് ഉദ്ധരിച്ച റഫീഖാസിന് പോയി യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയും എന്ന് ആ ഹദീസ് വെച്ച് റഫീഖാസിനിക്ക് മറുപടി കിട്ടുമെന്ന്. പിന്നെ ലഉജീബന്ന, ഉത്തരം ചെയ്യും എന്ന ഹദീസിലുണ്ടോ? അല്ലേ, ഉണ്ട്. പിന്നെന്താ പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം വന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞു. എന്ന് കരുതിയാൽ വേറെ ആരെങ്കിലും വിളിച്ചാൽ ഉത്തരം ചെയ്യുകയില്ല എന്ന് നബി പറഞ്ഞിട്ടില്ല. അത് താങ്കൾ ഇല്ലാത്തത് പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നൊരു വസ്തുതയാണ്. ഈസാ നബി വന്ന് വിളിച്ചാൽ ഉത്തരം ചെയ്യും. ഒരു വാക്യത്തിൽ, ഒരു സംഭവത്തിൽ, ഒരാളുടെ വിഷയത്തിൽ ഒരു വിഷയം പറഞ്ഞാൽ തന്നെ അത് പ്രവാചകന്മാരെ പോലെയുള്ളവർ പറയുമ്പോൾ അത് ബാധകമാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, സഹാബി ഒരാൾ വന്നിട്ട് പള്ളിയിൽ മൂത്രമൊഴിക്കുകയാണ്. ആ പള്ളിയിൽ മൂത്രമൊഴിക്കുന്ന സമയത്ത് തടയരുതെന്ന് അവരുടെ ആളുകളോട് പറഞ്ഞു. അത് ഇന്ത്യക്കാരായ ആളുകൾക്ക് ബാധകമല്ല എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് മൂത്രമൊഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ ഓരോ സന്ദർഭത്തിൽ ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ടതാണ് പറഞ്ഞത്. ഏതായിരുന്നാലും ഈസാ നബി അലൈഹിസ്സലാമിന്റെ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് അത് പൊതുവായി പറഞ്ഞതാണ്. അല്ല, അത് ഈസാ നബി അലൈഹിസ്സലാമിന് മാത്രമാണ് എന്നുള്ളതിന് ബ്രിങ് ദി എവിഡൻസ്, പറയൂ തെളിവ്. ഈസാ നബിക്ക് മാത്രമാണ് എന്നതിന് ആ ഹദീസിലുണ്ടോ? ആ ഹദീസ് വിശദീകരിച്ച് ഇമാമുകൾ ഉദ്ധരിച്ചിട്ടുണ്ടോ? അത്തെളിവാ വേണ്ടത്, ഇത്തെളിവല്ല. ഈസാ നബി അലൈഹിസ്സലാമിൽ പരിമിതമാണ് എന്നും മറ്റൊരാൾക്കും ബാധകമില്ല എന്നുമാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ ആ വാദത്തിന് തെളിവ് എവിടെ പറയും? ഈ സദസ്സിൽ കൂടിയിട്ടുള്ള ആര് പോയി വിളിച്ചാലും അവിടെ നിന്ന് യാ മുഹമ്മദ് എന്ന് വിളിച്ച മറുപടി പ്രവാചകൻ ഇനി നിങ്ങൾ പറയും പോലെ പറഞ്ഞ അത് കേൾക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും വലിയ തെളിവായിട്ട് നിങ്ങൾക്ക് അത് വിളിച്ചോ? തെളിവാ പറഞ്ഞത്? പിന്നെ തീർച്ചയായിട്ടും കാര്യം ഈസാ നബി അലൈഹിസ്സലാമക്ക് പറഞ്ഞപ്പോ ഏതൊക്കെ പറഞ്ഞു തെളിവ്? നിങ്ങളെ സംബന്ധിച്ചോ എന്നെ സംബന്ധിച്ചിടത്തോളം ദീനിന്റെ കാര്യത്തിൽ ഒരു തെളിവായി നിങ്ങൾക്ക് പ്രവാചകൻ വേണ്ട, മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവായിക്കൊണ്ട് നിങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ ഈസാ നബി അലൈഹിസ്സലാം വരുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെന്ന് പ്രവാചകന്റെ ഖബറിന്റെ അടുക്കൽ ചെന്ന് യാ മുഹമ്മദ് എന്ന് വിളിക്കുമ്പോൾ തീർച്ചയായും മറുപടി നൽകും എന്ന് പറയുമ്പോൾ നിങ്ങളത് പറയുന്നു എല്ലാ ലോകത്തുള്ള ജനങ്ങൾക്ക് മുഴുവനാണെന്നുണ്ടെങ്കിൽ ആ മുഴുവനായ ജനങ്ങൾ അവിടെ ചെന്ന് വിളിക്കുമ്പോൾ ലഉജീബന്ന, അത് പ്രവാചകൻ മറുപടി നൽകുമ്പോൾ ആ മറുപടി കേൾക്കാൻ സാധ്യമായവരാണോ നമ്മൾ എന്നാണ്. അതായത് പ്രവാചകന്മാർക്ക് തതുല്യരാണോ ഇവിടത്തെ ജനങ്ങൾ അല്ലെങ്കിൽ സക്കാഫിമാർ?
പ്രവാചകൻ അങ്ങനെ പ്രത്യുത്തരം നൽകണം. ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുന്നുണ്ട്, അള്ളാഹു തആല ഉത്തരം ചെയ്യുന്നത് നമ്മൾ അറിയുന്നുണ്ടോ? കൊടുക്ക്. എങ്ങനെ? അതായത് അതായത് പറയണ്ട. അതായത് ഇപ്പോ പ്രവാചകരോട് ചോദിച്ചാൽ പ്രവാചകർ ഉത്തരം ചെയ്യുന്നത് അറിയോ എന്നുള്ളതാണല്ലോ നിങ്ങൾ വെച്ചാല് ആണ്. അള്ളാഹിനോട് ചോദിച്ചാൽ നമുക്ക് രണ്ടാക്കും തർക്കമില്ലല്ലോ. ഇല്ല, അള്ളാഹ് ഉത്തരം ചെയ്യുന്ന വിവരങ്ങൾ അറിയും. അതായത് പരിശുദ്ധ ഖുർആനെ നിന്ദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് താങ്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകും എന്ന് അള്ളാഹ് പറഞ്ഞു. ഖുർആനെ നിഷേധിക്കേണ്ട ആവശ്യം എന്ത് ഈ കാര്യത്തിൽ? ഖുർആനെ നിഷേധിക്കേണ്ട കാര്യം എന്ത് ഈ കാര്യത്തിൽ? ഹദീസിനെ നിഷേധിക്കേണ്ട കാര്യം എന്ത് ഈ കാര്യത്തിൽ? ആ ഹദീസിനെ ഞാൻ നിഷേധിച്ചിട്ടേ ഇല്ല. ലൗജീബന്ന ഉത്തരം ചെയ്യും. അൽഹംദുലില്ലാഹ് ഉത്തരം ചെയ്യും. ആ ഉത്തരം നിങ്ങൾ കേൾക്കാൻ സാധ്യതാണോ? ഈസാ നബി അലൈഹി ഇസ്ലാമെ പോലെ ആശരിമാർക്ക് ആ ചോദ്യത്തിന് മറുപടി അയാ മുഹമ്മദ് എന്ന് വിളിക്കുമ്പോൾ അതിന് മറുപടി കിട്ടുമ്പോൾ ആശരിമാർ അത് കേൾക്കാൻ തക്ക പ്രാപ്തിയുള്ളവരാണോ പ്രവാചകന്മാരെ പോലെ? അല്ലെങ്കിൽ ഈസാ നബി അലൈഹി ഇസ്ലാം പ്രത്യേകം എടുത്തു പറഞ്ഞ പോലെ അങ്ങനെ പ്രവാചകൻ ഉത്തരം നൽകിയാൽ അഹ്സനിമാര് കേൾക്കണം എന്നുള്ള എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? കാരണം അള്ളാഹു ഉത്തരം ചെയ്യുന്നത് അറിയണോ? അത് ഖുർആനെ നിന്ദിക്കലായി. അപ്പൊ ഹദീസിൽ പറഞ്ഞപ്പോ ആ ഹദീസ് നബി തങ്ങൾ ഉത്തരം ചെയ്യുമെന്നായത് സമ്മതിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ ഫീഹില്ലത്താനി പറഞ്ഞ് രക്ഷപ്പെടാൻ കാരണം അതിലൊന്നും പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അന്ന് കായക്കൊടി സാഹിബ് ഫീഹില്ലത്താനി പറഞ്ഞ് തടി തപ്പിയല്ലോ. എന്തിന്റെ ആവശ്യം? എന്തിനാണ് അങ്ങനെ ആക്കിയത്? അതിത് അംഗീകരിക്കാൻ പറ്റൂല എന്നുള്ളതിന്റെ പേരില്ല. പിന്നെയും കോലാഹലം നിർത്തിയില്ല. അബൂ സഹർ ലഈഫാന്ന് പറഞ്ഞു, സഈദുൽ മുഖ്ബിർ ലഈഫാന്ന് പറഞ്ഞു. ഇങ്ങനെ ലഈഫാണോ അല്ലേ എന്നുള്ളത് നെതുബത്തുൽ മുജാഹിദീന്റെ മുജാഹിദ് സെന്ററിലെ ആദർശ ലബോറട്ടറിയിലിട്ടിട്ട് തിരിച്ചും മറിച്ചും കറക്കിയിട്ട് ഇന്നേ വരെ തെളിയിക്കാൻ കഴിയാത്ത ഒരു വിഷയത്തിന്റെ പേരിൽ ഇപ്പൊ അത് ഉത്തരം ചെയ്യും. ശരി, ഉത്തരം ചെയ്യണത് അഹ്സനിമാരറിയോന്ന് അപ്പൊ തർക്കം. അപ്പൊ അള്ളാഹ് ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞപ്പോ അത് നിങ്ങൾ അറിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ അത് ഖുർആനെ നിന്ദിക്കല്. ഇത് ഖുർആനെ നിന്ദിക്കലാണോ? നമ്മൾ പറയുന്നു അള്ളാഹു ഉത്തരം ചെയ്യുന്നത് പ്രകടമായി നമുക്ക് അറിഞ്ഞുകൊള്ളണം എന്നില്ല. നബി തങ്ങൾ ഉത്തരം ചെയ്യുന്നതോ അതും അറിഞ്ഞുകൊള്ളണം എന്നില്ല. നബി തങ്ങൾ ഉത്തരം ചെയ്യുമെന്ന് താങ്കൾ സമ്മതിച്ചതിന് ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ്, നന്ദി. അള്ളിയാ ഉശാരിഖി എന്ന സിയാനത്തുൽ ഇൻസാനിന്റെ അതുപോലെ അബു അലിയുൽ ഖമ്മാരിയുടെയൊക്കെ ഗ്രന്ഥങ്ങൾക്ക്, അബു അലിയുൽ ഖമ്മാരിയുടെ ഗ്രന്ഥങ്ങൾക്ക് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ശിഷ്യന് ഒരു ഗ്രന്ഥം തന്നെ രചിച്ചപ്പോ ഇത്തരം വിഷയങ്ങളൊക്കെ ഏതൊക്കെയോ സനദെടുത്ത് തള്ളിക്കളഞ്ഞ ആ ഒരു വിഷയം ഇപ്പോൾ അൽഹംദുലില്ലാഹ് സുന്നികൾ പറഞ്ഞിടത്തേക്ക് നിങ്ങൾ വന്നു എന്നുള്ളത് സന്തോഷം തന്നെയാണ്. അത് ഈ പാനായിക്കുളത്ത് വെച്ച മുഖാമുഖത്തിന്റെ വിജയമാണ് എന്നുകൂടെ സാന്ദർഭികമായി ഉണർത്തുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തിനോട്. ഇവിടെ ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ മറുപടി ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മോചിസത്ത് കൊണ്ട് അതിൽ കേൾക്കുമെങ്കിൽ റഫീഖ് ആശരിമാരോ അല്ലെങ്കിൽ കേരളത്തിലെ ജനതയോ കേൾക്കോ എന്ന് ചോദിച്ചാൽ അതിന് അള്ളാഹ് ഉത്തരം ചെയ്യണേന് കിട്ടും. അതിന് ഖുർആനില് അള്ളാഹ് പറഞ്ഞു ഞാൻ അത് ഉത്തരം നൽകും എന്ന് പറഞ്ഞു. അത് അപ്പടി വിശ്വസിക്കുക എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പടി വിശ്വസിച്ചാൽ മതി. അതായത് അള്ളാഹു നമ്മൾ ചോദിച്ചാൽ ഉത്തരം ചെയ്യും. ആ ഉത്തരം ചെയ്യുന്നത് നമ്മൾ അറിയേണ്ടതുണ്ടോ? അതിവിടെ ഉണ്ടോ? അതിന് മറുപടി ഉണ്ടല്ലോ. ഇവിടെ ഹദീസിന്റെ വെളിച്ചത്തിൽ കൃത്യമായി പ്രവാചകനെ വിളിക്കുമ്പോൾ ഉത്തരം നൽകും പ്രവാചകൻ. മറുപടി സുഹൃത്തെ, മറുപടി മറിക്കല്ലേ. ചോദിച്ചത് എന്താണ്? പടച്ചതമ്പുരാനെ വിളിച്ചാൽ ഉത്തരം ചെയ്യും എന്ന് ഖുർആനിലുണ്ട് അല്ലേ? ഞാൻ അംഗീകരിക്കുന്നു, നിങ്ങൾ അംഗീകരിക്കുന്നു, റബ്ബാണ് സത്യം, ഉണ്ട്. ആ പടച്ചതമ്പുരാനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് പടച്ചവന്റെ പടപ്പുകളായ നാം അറിയേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഉദ്ധരിച്ച ഹദീസ് ഒരു പ്രത്യേകമായി ഈസാ നബി അലൈഹിസ്സലാമെ പിന്നീട് ചോദിച്ചതിന് മറുപടി നിങ്ങൾ സുമ്മക്കാമക്ക് ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞപ്പോ, സുഹൃത്തെ, ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പൊട്ട ചോദ്യം ചോദിച്ചത് എന്ത്? നബി തങ്ങൾ പ്രതികരിക്കുന്നത്, നബി തങ്ങൾ ഉത്തരം ചെയ്യുന്നത് അത് അഹ്സനിയും സഖാഫിമാരും അറിയോ? എന്തിനാ അറിയണത്? അള്ള ചോദിച്ചാൽ അള്ള ഉത്തരം ചെയ്യുന്നതന്നെ നമ്മൾ അറിഞ്ഞോളണം എന്നില്ലല്ലോ എന്നല്ലേ നമ്മൾ പറഞ്ഞത്? അള്ളാഹ് ഉത്തരം ചെയ്യുന്നത് തന്നെ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ആ ഒരു പ്രതികരണം അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ ദഹറജൻ അങ്ങനെ പറയാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരാ, പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ മർക്കട മുഷ്ടി മാറ്റിയിട്ട് യഥാർത്ഥ തൗഹീദിലേക്ക് വരണമെന്നാണ് പറയാനുള്ളത്. നിങ്ങൾ ഓരോന്നോരോന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് അള്ളാഹുവിന്റെ അടിമകളോട് സഹായം ചോദിച്ചാൽ ഉത്തരം ചെയ്യും എന്നുള്ളത്. ജിന്നുകളോടോ മലക്കുകളോടോ സഹായം ചോദിച്ചാൽ പോലും ഉത്തരം ചെയ്യും എന്നിടത്തേക്ക് നിങ്ങളെ മൗലവിമാര് വന്നിട്ടുണ്ട്. സക്കരിയ സലാഹി പറയുന്നു, നോക്കൂ നിങ്ങൾ. അപ്പൊ ഒരു വിജന പ്രദേശത്തിൽ അകപ്പെട്ട യാ ഇബാദുല്ലാഹ് അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ അവിടെ മറഞ്ഞിരിക്കുന്ന ജിന്നുകളോ മലക്കുകളോ ഒരു പക്ഷേ നിങ്ങളെ സഹായിച്ചേക്കാം.
പക്ഷെ അത് അവരോട് പ്രാർത്ഥിച്ചു എന്നതിന് പറയാൻ പറ്റൂല. അള്ളാഹ് അങ്ങനെ നിശ്ചയിച്ചതാണ്. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഒന്ന് ഒക്കെ പറയും. അംഗീകരിക്കുന്നുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യത്തെ കുറിച്ചാണെങ്കിൽ എനിക്ക് കൃത്യമായി വ്യക്തമായി അറിയാത്ത കാര്യത്തിൽ ഞാൻ അത് അറിയില്ല എന്ന് പറഞ്ഞൊഴിയുന്നതാണ് എന്നെ സംബന്ധിച്ച് അതിൽ ഉത്തമം. എന്നെ സംബന്ധിച്ച് നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നിടത്തുനിന്ന് വീണ്ടും നിങ്ങൾ നേരത്തെ മദീനയിൽ നമ്മൾ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ ക്ലിപ്പിലേക്ക് വീണ്ടും നിങ്ങൾ കൊണ്ടുപോയി. ഇവിടെ ഞാൻ ചോദിച്ചു, അതായത് ശിഹാബ് സാഹിബ് ലഇൻ ഖാമ അലാ ഖബരി, ഖബറിങ്കിൽ നിന്നാൽ ഉത്തരം ചെയ്യും എന്ന് ല ഉജീബന്നഹു എന്ന് പറഞ്ഞപ്പോ ആ ഉത്തരം ചെയ്യും എന്നുള്ളതിന്റെ അത് പ്രാർത്ഥനയുടെ നിർവചനം തെറ്റിയോ ശരിയോ എന്നുള്ള വിഷയമൊക്കെ ചോദിച്ചപ്പോൾ ഒരു പ്രതികരണം നിങ്ങൾ നൽകിയില്ല. മാത്രമല്ല അങ്ങനെ നബി തങ്ങൾ ഉത്തരം ചെയ്താൽ അത് അറിയുമോ എന്ന് സഖാഫിമാർ അറിയുമോ എന്നൊരു പൊട്ട ചോദ്യം ചോദിക്കുകയുണ്ടായി. കടക്കുമ്പോൾ എങ്ങനെ ചിന്തിച്ച ആ ചോദ്യത്തിന്റെ അതിന്റെ ഇത് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ പടച്ചതമ്പുരാന്റെ വിഷയമൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുള്ള വ്യക്തമായ പ്രതികരണങ്ങൾ നൽകിയില്ല. അങ്ങനെ മാറിക്കളിച്ചു. പിന്നെ നിങ്ങളുടെ ചോദ്യത്തിന്റെ മർമ്മം കിടക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാം മുഅ്ജിസത്ത് കൊണ്ടാണ് ചോദിച്ചത്, അതുകൊണ്ടത് മറ്റുള്ളവർക്ക് ബാധകമായി കൊള്ളണം എന്നില്ല എന്നുള്ള നിലക്കാണ്. ഞാനപ്പോൾ പറഞ്ഞു അതും നിങ്ങളുടെ സ്വന്തം നിലക്കുള്ള വാദമാണ്. ഇത് ഈസാ നബി അലൈഹിസ്സലാം മുഅ്ജിസത്ത് കൊണ്ട് ചോദിച്ചതാണെന്നോ മുഅ്ജിസത്ത് കൊണ്ട് പ്രതികരിക്കും എന്നതാണെന്നോ അതല്ലെങ്കിൽ അത് ഈസാ നബി അലൈഹിസ്സലാമിൽ മാത്രം പരിമിതമാണെന്നോ ഒരൊറ്റ എവിഡന്റും ഒരൊറ്റ തെളിവും ഇല്ല. എന്നിട്ട് ഞാൻ ഇത് കാണിക്കാൻ എന്താ കാരണം? അത് അങ്ങോട്ട് പോയതല്ല, നേരെ മറിച്ച് സക്കരിയ സലാഹി മണ്ണാറക്കാട് സംവാദത്തിൽ മുസ്ലിയാരെ തട്ടിപ്പ് നടത്തരുത് ലഈഫാണ് എന്ന് പറഞ്ഞ ഒരു തെളിവാണ് ഇപ്പോൾ അംഗീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. എന്താണ് അതിൽ പറഞ്ഞത്? നിങ്ങൾ ഒരു വിജനമായ പ്രദേശത്തെത്തിയാൽ, നിങ്ങൾ വല്ല പ്രശ്നത്തിലും വിട്ടാൽ, യാ ഇബാദല്ലാ, അള്ളാഹുവിന്റെ അബിദുകളെ ആരോടാ ചോദിക്കുന്നത്? ഇദാ വല്ല അഹദുകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടാൽ, കും എന്നുള്ളത് ഖിയാമത്ത് നാൾ വരെയുള്ള ജനവിഭാഗത്തോടാണ്. അങ്ങനെ പ്രശ്നത്തിൽപ്പെട്ടാൽ യാ ഇബാദല്ലാ, അള്ളാഹുവിന്റെ അബിദുകളെ എന്നാ പറഞ്ഞത്. യാ മലായിക്കത്തല്ലാ എന്ന് പറഞ്ഞിട്ടില്ല, ജിന്നല്ലാ എന്ന് പറഞ്ഞിട്ടില്ല, അബ്ദല്ലാ എന്ന് ഇബാദല്ലാ എന്നാ പറഞ്ഞത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അബ്ദ് വുളു എടുക്കുമ്പോഴടക്കം പറയുന്നത് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നാണ്. അല്ലാഹുവിന്റെ റസൂലാണ് അബ്ദ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, അബ്ദ് എന്നാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അല്ലാഹുവിന്റെ അബ്ദുകളെ എന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ റസൂലുള്ള പെടും, ജിന്നും മലക്കും മാത്രമല്ല. ഇപ്പൊ ഏതായാലും പകുതി സുന്നിയായിട്ടുണ്ട്, ഇനി പകുതിയിൽ വന്ന പ്രശ്നം തീർന്നു ഇല്ലേ? അപ്പൊ യാ അബ്ദല്ലാ, അള്ളാഹുവിന്റെ അബ്ദുകളെ എന്ന് വിളിച്ചാൽ ഉത്തരം ചെയ്യും എന്നുള്ളതിന് പൊതുവായിട്ടുള്ളതാ നമ്മൾ തെളിവ് പറഞ്ഞത്, അതല്ലാതെ അങ്ങോട്ട് പോയതല്ല. ഇതിനെന്താ നിങ്ങൾക്ക് മറുപടി നോക്കുമ്പോ അത് അറിയാത്ത കാര്യത്തിൽ ഇടപെടാതിരിക്കാൻ വേണ്ടി അങ്ങനെയാണ് നല്ലതെന്നാണ്. ആരാ അറിയാത്ത മേഖലയിലേക്ക് പോകാൻ വേണ്ടി പറയുന്നത്? എല്ലാം വസ്തുനിഷ്ഠമായി പഠനം നടത്തി ഈ സമൂഹത്തില് സുസ്ഥിരമായ വ്യവസ്ഥാപിതമായ ആദർശം സംസാരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പാളയത്തിലേക്ക് ഇങ്ങ് വാ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്നാണ് പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഉണർത്താനുള്ളത്. വീണ്ടും നിങ്ങൾ ചോദിച്ചതിന് ഒന്നും തന്നെ മറുപടി നൽകിയിട്ടില്ല. ഇവിടെ ഈ കേരള ജനതയ്ക്ക് ഖബറിങ്കൽ പോയി വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവായി നിങ്ങൾ ഉദ്ധരിച്ചത് ഈസാ നബി അലൈഹിസ്സലാം വരുമ്പോൾ ചെയ്യുന്ന മൂജിസത്തായി ചെയ്യുന്ന കാര്യങ്ങൾ, ഇവിടെ നീതി നിറഞ്ഞ ഭരണം നടത്തി, അങ്ങനെ 7ഓളം കാര്യങ്ങൾ എണ്ണി പറഞ്ഞതിന് ശേഷം പ്രവാചകന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് വിളിക്കുമ്പോൾ വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞു, മൂജിസത്തിന്റെ ഭാഗമായി തന്നെ മറുപടി നൽകും എന്ന് പറഞ്ഞു. ആ മറുപടി നൽകും, തീർച്ചയായിട്ടും മറുപടി ഇല്ല. ആ ഒരു ഭാഗം നമ്മളുടെ സംസാരത്തിന്റെ ഇടയിൽ കയറി ഹദീസിന്റെ ഭാഗമായിക്കൊണ്ടോ ആ ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ ഇവിടുത്തെ കുന്നത്തേരി സംവാദം നയിച്ച നായകന്മാരോ കേരളത്തിലെ ജനതയോ പോയി വിളിച്ചാൽ മറുപടി നൽകും എന്നുണ്ടെങ്കിൽ തന്നെ ആ മറുപടി കേൾക്കാൻ നിങ്ങൾ ഈസാ നബി അലൈഹി സ്വലാമയെ പോലെ പ്രാപ്തരാണോ എന്നുള്ളതിന് സമ്മതിക്കാനോ അതിന് തെളിവ് പിടിക്കാനോ നോക്കാതെ നമ്മൾക്ക് അറിയാത്ത മേഖലയിൽ കൊണ്ടുപോയി കള്ളിലും ക്ലിപ്പിലും എല്ലാത്തിലും കൊണ്ടുപോയി ഇട്ട് ഈ സമയം ചെലവഴിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. നിങ്ങളുടെ വിജയവുമല്ല ഇത്. നിങ്ങൾ കുന്നത്തേരി സംവാദത്തിൽ ഉദ്ധരിച്ച ഹദീസിന് കൃത്യമായ വ്യക്തമായ തെളിവ് നിങ്ങൾക്ക് തന്നെ നിർത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ആ പരിപാടി ഉച്ചയോടുകൂടി കലക്കിയത് തന്നെ. അതിൽ കലക്കിയതാണ്, വ്യക്തമാണ് ആ കാര്യം. അങ്ങനെ കലക്കിയതൊന്നല്ല, അതിൽ പങ്കെടുത്തവരാണ് ഞങ്ങള്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ അങ്ങനെ പറയരുത്. എന്തുകൊണ്ട്? അവിടെ എന്തെന്ന് വിഷയം? ആ ഫീഹി ഇല്ലത്താനി എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ,
അത് ഈ ഹദീസിനെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ ഇത് ലൈഫാക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത ഉദ്ധരണി, അതായത് ഈ ഹദീസിന്റെ പേരിൽ പറഞ്ഞതാണ് എന്നുള്ള തെറ്റിദ്ധാരണ വരുത്തിയപ്പോ ഒരു സംവാദത്തിന് വ്യവസ്ഥ ചെയ്തിട്ടാ പോകല്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തിരുത്തിയിട്ടുണ്ടാക്കിയിട്ടൊക്കെ എന്നെ പോവാറുള്ളത്. വ്യവസ്ഥക്ക് പോയിട്ടുണ്ടാവാൻ അപ്പൊ വ്യവസ്ഥ ലംഘിച്ചത് നിങ്ങളാണെന്ന് വ്യക്തമാണ് ആ കാര്യത്തിൽ. ഉച്ചയ്ക്ക് ശേഷം വേറെ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ വിഷയം തൊടാതെ രാവിലെ ചർച്ച ചെയ്തത് തന്നെ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി പരിപാടി കലക്കിയാണ് നിങ്ങൾ വിജയം ആഘോഷിക്കുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി. അഞ്ഞണം എന്നാൽ ഞാൻ അറിയും, മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. താങ്കൾക്ക് അതറിയില്ല. ആ വിഷയത്തിൽ താങ്കൾക്ക് അറിവില്ല. എന്തുകൊണ്ട്? അതിൽ പങ്കെടുത്ത വ്യക്തികളെ പറയുന്നത് ഫീഹി ഇല്ലത്താനി എന്നുള്ള ആ ഒരു പരാമർശം പിൻവലിക്കാമെന്ന് മധ്യസ്ഥം പറഞ്ഞപ്പോ പിൻവലിക്കാതെ മറ്റു വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഒരു വിഷയത്തിന് ഓരോരോ കാര്യങ്ങളുണ്ടാവും. നിങ്ങളിപ്പോ കുന്നത്തേരിയിലേക്കും കൊണ്ടൊന്നും പോകണ്ട, നമ്മൾ വിഷയം മറക്കരുത്. അപ്പൊ കുന്നത്തേരിയിൽ വെച്ച് ഞങ്ങൾ ഉദ്ധരിച്ച ആ ഹദീസ് വായിക്കാൻ പറഞ്ഞു, വായിച്ചു. അർത്ഥം പറയാൻ പറഞ്ഞു, അർത്ഥം പറഞ്ഞ് എല്ലാ വിഷയം പറഞ്ഞ പ്രതികരണം എന്തെന്ന് ചോദിച്ചപ്പോൾ ഒരു മറുപടിയില്ല. ആദ്യം നിങ്ങൾ ചോദിച്ചു, അതിന് ഞാൻ കണ്ണൂർ അബ്ദുൽ ഖാദർ മൗലവിയുടെ അത്തൗഹീദും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു. ആ പറഞ്ഞ വിഷയത്തിന് എന്താ പ്രതികരണം? അതിന് പ്രതികരണമല്ല. റേഡിയോത്തിന്റെ മധുഭാഗം പറ്റൂ. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് വട്ടപ്പറവിൽ ഇന്നാൾ മരണപ്പെട്ടു, എങ്ങനെ? റേഡിയോത്തോട് ചോദിക്കാൻ പാടില്ല. ഇതേപോലെ ഒരു പ്രതികരണം ചോദിച്ചാൽ പറയേണ്ട പ്രിയപ്പെട്ട സുഹൃത്ത്, അതല്ലേ അതിന്റെ മര്യാദ? അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോൾ അതിന് പ്രതികരണമല്ല. പിന്നെ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചത് ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിർവചനം എവിടെ പോയി എന്ന് ചോദിച്ചപ്പോ അതിനും പ്രതികരണമല്ല. പിന്നെ നിങ്ങളൊരു പൊട്ട ചോദ്യം ചോദിച്ചു. എന്താണ് ചോദിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഉത്തരം ചെയ്യുന്നത് റഷീദ് സഖാഫിയും അഹ്സനിയൊക്കെ അറിയോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, പടച്ച തമ്പുരാൻ ഉത്തരം ചെയ്യുന്നത് നിങ്ങൾ അറിയോ? അത് അള്ളാനെ നിന്ദിക്കലാണ് പറഞ്ഞു. എന്നാ പിന്നെ ഇത് റസൂലിനെ നിന്ദിക്കലാവണ്ടേ? അതും പറഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങളത് മൊയ്ജിദത്തിന്റെ പേരിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിൽ പരിമിതപ്പെടുത്തണ്ട. ഒരു വ്യക്തിയുടെ വിഷയത്തിൽ വന്നത് ഒരു പൊതുവായ പ്രവാചകനാകുമ്പോൾ അത് മൊത്തത്തേക്ക് ബാധകമാണ്, ഈ വ്യക്തിയിൽ മാത്രം പ്രത്യേകതയുള്ളതാണ് എന്ന് പറയാത്ത കാലത്തോളം എന്ന നിലക്കുള്ള വിശദീകരണം നൽകിയപ്പോ അതിനും പ്രതികരണമല്ല. പിന്നെ പരിമിതപ്പെടുത്തരുത്, അള്ളാഹുവിന്റെ അബദുകളെ നിങ്ങൾ വിജനമായ പ്രദേശത്തെത്തിയാൽ എന്നെ സഹായിക്കുവീൻ എന്ന് പഴയകാലത്ത് മുജാഹിദുകൾ വിമർശിച്ചിരുന്നതും ഇപ്പോൾ ജിന്ന് ബാധ ഏറ്റപ്പോൾ അംഗീകരിക്കുന്നതുമായ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോ എനിക്കറിയില്ല, പഠിക്കണം എന്നാ പറഞ്ഞത്. എന്നാ പ്രിയപ്പെട്ടവരൊക്കെ പഠിക്കുക, വിഷയങ്ങൾ ഗ്രഹിക്കുക, എന്നിട്ട് ഓരോ ചോദ്യത്തിനും വ്യക്തമായ മറുപടി പറയുമ്പോൾ മറുപടി ഇല്ല എന്ന് പറയരുത്. മറുപടിയാണ് ഈ പറയുന്നത്. ഇൻഷാ അള്ളാഹ് മറുപടി ലാസ്റ്റ് വരെ പറയുക തന്നെ ചെയ്യും എന്ന് ഈ സമയത്ത് നിർത്തുകയാണ്. ജനങ്ങളെ വികാരം കൊള്ളിച്ച ഒരു ക്ലിപ്പിംഗ് ഇവിടെ കാണിച്ചിരുന്നു. രണ്ടാമത്തെ ഫസ്റ്റ് റഫീഖ് ഹസനിയുടെ ഓർമ്മ, രണ്ടാമത്തെ ക്ലിപ്പിംഗ്. ആ ക്ലിപ്പിങ്ങിന്റെ അപ്പുറവും ഇപ്പുറവും ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഞാനത് കാണിച്ചാൽ ആ ആശയത്തിൽ നിന്ന് മുജാഹിദുകളുടെ ഈ പിഴച്ച ആശയത്തിൽ നിന്ന് ഞാൻ രാജിവെക്കും എന്ന് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ദൈവമേ രക്ഷിക്കണേ, മുഹിയുദ്ദീൻ ഷഹിയെ രക്ഷിക്കണേ എന്ന വാദമാണ് അവിടെ സംസാരിക്കുന്നത്. ആ ക്ലിപ്പിങ്ങിന്റെ അപ്പുറവും ഇപ്പുറവും കാണിക്കാവോ? എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. ഞാൻ കാണിച്ചു തന്നാൽ മുജാഹിദുകൾക്ക് ഈ വിഷയത്തിൽ അബദ്ധം പറ്റിയെന്നും ഞാൻ അതിൽ നിന്ന് പരിപൂർണമായി രാജിവെച്ച് ഈ ആശയത്തിൽ നിന്ന് ഞാൻ പരിപൂർണമായി മുക്തനായി സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അംഗീകരിക്കുമെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാണോ? ഇതിന് മറുപടി പറഞ്ഞതിന് ശേഷം ഇൻഷാ അള്ളാഹ് ഞാൻ കാണിക്കും. സാധനമുണ്ട്, കാണിക്കും. ഞാനല്ലേ ഉസ്താദിനൊക്കെ ചോദിച്ചത്? അതെ. ഉസ്താദിന് മറുപടി പറയണ്ട്. അതെ. എന്താണ് മറുപടി? ഇപ്പൊ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ ഉസ്താദ്. എന്താ ഇങ്ങനെ ഈ ജനങ്ങളെല്ലാം ഉസ്താദിന്റെ മറുപടി കാത്തിരിക്കുകയാണ്. അത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്, എന്താ ഇങ്ങനെയെന്ന്. കാരണം ഞാനൊരു വിഷയം കാണിക്കുന്നതിന് മുമ്പ് ഒരു കരാറ് വെക്കല്ലേ? ഏതൊരു വിഷയത്തിലും ഇപ്പൊ സംവാദം അവിടെ കയറി നടത്തല, വ്യവസ്ഥ എഴുതിയിട്ടല്ലേ നടത്തല്. അപ്പൊ അതിന് പറയാണ് എന്തെങ്ങനെ കായക്കൊടി ചോദിക്കുക, എന്തെങ്ങനെ വ്യവസ്ഥക്കാതെ എങ്ങനെ സംവാദം നടത്താൻ പറ്റും? ഒരു വിഷയം ഞാൻ പറയുമ്പോ നിങ്ങൾ ചോദിക്കാണ്, ഇങ്ങനെ ബാലേട്ടൻ ദൈവമേ രക്ഷിക്കണേ എന്ന് ബാലേട്ടൻ പറഞ്ഞാൽ അയാൾ യഥാർത്ഥ മുസ്ലിമാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖെ കാക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പേര് തന്നെ സ്വീകരിച്ച മുജാഹിദ് ബാലുശ്ശേരി പറയുമ്പോ
അതിന്റെ അപ്പുറവും ഇപ്പുറവും ഞാൻ കേൾപ്പിച്ചു തരാം. എങ്കിലും നിങ്ങൾ ഈ ആശയത്തിൽ നിന്ന് രാജിവെക്കാൻ തയ്യാറാണോ എന്നാ ഞാൻ ചോദിക്കുന്നത്. കാരണം ഒരാൾ ഇസ്ലാമിലേക്ക് കടക്കുന്നതിന്റെ മാനദണ്ഡം ദൈവമേ രക്ഷിക്കണേ എന്നല്ല. ഞാനത് നേരത്തെ വിശദീകരിച്ചു. മുജാഹിദുകളുടെ മതപ്രകാരം അവർ പറയുന്നത് ദൈവമേ രക്ഷിക്കണേ എന്ന് ബാലേട്ടൻ എന്ന അമുസ്ലിം പറഞ്ഞാൽ അയാൾ മുസ്ലിമാണെന്നാണ്. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഈ ഒരാദർശം പറയുന്ന നിങ്ങളുടെ നേതാവിന്റെ ക്ലിപ്പിന്റെ അപ്പുറവും ഇപ്പുറവും ഞാൻ കേൾപ്പിക്കാം. എങ്കിൽ നിങ്ങൾ ഈ ആശയം മുജാഹിദുകൾ പറഞ്ഞത് തെറ്റാണെന്നും മുജാഹിദ് പണ്ഡിതന് ഈ വിഷയത്തിൽ അബദ്ധം പറ്റിയെന്നും ഞാൻ അതിൽ നിന്ന് രാജിവെക്കുന്നു എന്നും പറയാൻ ഈ സദസ്സിൽ തയ്യാറാണോ? ഇതല്ലേ ഞാൻ ചോദിച്ചത്. ഇതിനെവിടെ എങ്ങനെയെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ കേൾപ്പിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ അതൊന്ന് പറഞ്ഞാൽ ഇൻഷാഅല്ലാഹ് ഞാൻ കേൾപ്പിക്കും. കൊടുക്കും മനമയ്ക്ക്. ഞാൻ മുജാഹിദിൽ നിന്ന് പുറത്തു പോകുന്നതോ അതിൽ സുന്നിയിലോട്ട് വരുന്നതോ വിഷയം. സുന്നിന്ന് വരാൻ ജനങ്ങൾ കാത്തിരിക്കുന്നത് ഉസ്താദിന്റെ മറുപടിക്കാണ്. ഉസ്താദ് മറുപടി കാണിക്കേണ്ടത് ഉസ്താദിന്റെ കടമയാണ്. ജനങ്ങൾ ക്ലിപ്പ് വരുന്നതിന് മുമ്പ് നിങ്ങളെ മറുപടി കാക്കുകയാണ്. അതിന്റെ ആവശ്യമില്ലല്ലോ. ഉസ്താദ് മറുപടി കാണിക്കാനാണ് ഞാൻ ചോദിക്കുകയാണ് ഉസ്താദിനടുത്ത്. ഞാനിവിടെ കാണിച്ചാൽ അത് വെറുതെ ആവരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ഇരിക്കുന്നുണ്ട് ഉസ്താദിനടുത്ത്. അതിന്റെ ചോദ്യം ആയിക്കോട്ടെ, ഇത് സമ്മതിക്കണം. അത് ശരി. മുജാഹിദുകളുടെ മതപ്രകാരം അവരുടെ വിശ്വാസപ്രകാരം ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മാനദണ്ഡം ദൈവമേ രക്ഷിക്കണേ എന്നാണ് എന്ന് മുജാഹിദ് മൗലവി പറയുന്നു. ഇത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ തയ്യാറുണ്ടോ എന്നാ ഞാൻ ചോദിക്കുന്നത്. ആണെങ്കിൽ ആണ് എന്ന് പറയും, അല്ലെങ്കിൽ അല്ല എന്ന് പറയും. കാണിക്കാൻ ഞാൻ ഏതായാലും കാണിക്കും. രണ്ടാണെന്ന് പറഞ്ഞാൽ മതി. യെസ് ഓർ നോ, രണ്ടാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കും. അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ മറുപടി കിട്ടാനാ ഞാൻ സുന്നിയിലോട്ട് വരുന്നതിനെ ഇങ്ങോട്ട് വേണ്ട, ഇങ്ങോട്ട് വേണ്ട. പിന്നെന്തിനു ഉസ്താദ് അങ്ങനെ സംസാരിച്ചു? ഞാൻ പറഞ്ഞത് ആദ്യം ആ വാദത്തിൽ നിന്ന് പറഞ്ഞത് അല്ലേ. അടുത്ത വാദത്തിൽ നിന്ന് വേറെ ചോദ്യം വരും, അപ്പം മാറിയാൽ മതി. അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതെ, വേണമല്ലോ. ഞങ്ങൾ ഏൽപ്പിച്ചതല്ലേ. റബ്ബ് കാണുന്നുണ്ട്. ഞങ്ങളത് വിശ്വസിക്കാണ്. റബ്ബ് കേൾക്കണമുണ്ട്, കാണല് മാത്രമല്ല കേട്ടോ. നിങ്ങളെ അതാണ് അള്ളാഹുവിന് മലയാളം അറിയില്ല എന്നുള്ളത് കേട്ടിക്കണ. അള്ളാന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്നത് സുന്നികളുടെ വിശ്വാസമല്ല, അത് നിങ്ങളുടെ വിശ്വാസ. കേട്ടോളൂ. ജനങ്ങൾക്ക് മതം പഠിപ്പിക്കാനാണ് കുത്തുബ. അപ്പൊ ചില ചോദ്യം എന്താ, എന്നാ പിന്നെ ബാങ്ക് മലയാളത്തിലായിക്കൂടെ, നിസ്കാരം മലയാളത്തിലായിക്കൂടെ? അതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. അള്ളാഹു മലയാളിയാണ്. അള്ളാഹിന്റെ മുമ്പിലാണ് നിസ്കരിക്കുന്നത്. നിസ്കരിക്കുന്നവരുടെ തെക്കുതയും സൂക്ഷ്മതയും അറിയേണ്ടത് ആരാ? അള്ളാഹുവാണ്. ആ അള്ളാഹ് അറബി അറിയാം. അതുകൊണ്ട് നിസ്കാരം പരിഭാഷപ്പെടുത്തേണ്ടതില്ല. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. ഇപ്പൊ ആരാ അള്ളാന്റെ കഴിവിനെ ചോദ്യം ചെയ്ത്? എന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് പഠിപ്പിക്കുക. അള്ള കാണുന്നുണ്ട്, അള്ള കേൾക്കുന്നുണ്ട്. അന്ന് ഞങ്ങളെ പഠിപ്പിക്കണ്ട, നിങ്ങളാണ് അള്ളാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്തത്. നമ്മൾ മലയാളത്തിലാ പറയുന്നത്, നിങ്ങൾ പറയുന്നത് അത് കേൾക്കുന്നു. മലയാളി അല്ല നാ മൗലവി അറിഞ്ഞത്. പിന്നെ അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വാദമുണ്ടത് ഉണ്ടോ? നിക്ക് അത് ചോദിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചത് ദൈവമേ രക്ഷിക്കണേ, മുഹ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന ക്ലിപ്പിങ്ങിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പറഞ്ഞില്ലേ, ഇതോട് കൂടിയിട്ട് ക്ലിപ്പിംഗ് പ്രോഗ്രാം നിർത്തുകയാണെന്ന് പറഞ്ഞോ? ഇല്ല, ഈ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അതിന്റെ സത്യാവസ്ഥ എന്താണ്? ജനങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങളെ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ ചോദിച്ചത്, മുജാഹിദുകളാണ് അള്ളാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്തത്. അള്ള മലയാളിയല്ല എന്ന് ലജ്ജയില്ലാതെ പറഞ്ഞത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരും സ്വീകരിച്ച് ഇവിടെ നടക്കുന്ന പണ്ഡിത വേഷധാരി എന്ന പേരിൽ പറയുന്ന മുജാഹിദ് പണ്ഡിതൻ എന്ന് പറയുന്ന ആള്, അയാൾ ഉളുപ്പില്ലാതെ പറയുന്ന നിസ്കാരം എന്തുകൊണ്ട് അറബിയിൽ തന്നെയാക്കി, അത് മലയാളത്തിലാക്കിയില്ല? അള്ള മലയാളിയല്ലാത്തത് കൊണ്ട്. അള്ളാന്റെ കഴിവിനെ നിങ്ങളാ ചോദ്യം ചെയ്തത് എന്ന് ആദ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയുടെ ക്ലിപ്പിന്റെ അപ്പുറവും ഇപ്പുറവും കേൾപ്പിച്ചു തരാം. ഞാൻ ഒരു കാര്യം ആദ്യമായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതിന് യെസ് ഓർ നോ, രണ്ടാലൊരു മറുപടി നിങ്ങൾ പറയണം. രണ്ട് പറഞ്ഞാലും ഇനി ഞാൻ പറയൂലെന്ന് പറഞ്ഞാലും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കേൾപ്പിക്കും, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മാനദണ്ഡം ദൈവമേ രക്ഷിക്കണേ എന്ന് പറയലാണോ,
അല്ല ഷഹാദത്ത് കലിമ ചൊല്ലലാണോ? റസൂലുള്ള പറയുന്നു അൻതഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് സാക്ഷ്യം വഹിക്കുന്നു. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ഒന്നാമത്തെ കാര്യമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതേസമയം ഒരു ബാലേട്ടൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജോസഫ് ചേട്ടൻ അയാൾ പറയാണ് ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞതുകൊണ്ട് മുസ്ലിമാകും, യഥാർത്ഥ മുസ്ലിമാകും എന്ന് നിങ്ങളെ നേതാവ് പറയുമ്പോൾ അത് തെറ്റാണെന്നും ഈ ആശയത്തിൽ നിന്ന് ഞാൻ പരിപൂർണമായി രാജിവെക്കുന്നു എന്നും പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോന്നാ? അതല്ലാതെ സുന്നിയിലേക്ക് എല്ലാ വിഷയത്തിലേക്കും വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. അത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിനാണല്ലോ ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിച്ചത്. ഈ വിഷയത്തിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിലേക്ക് വരും എന്ന് പറയാൻ തയ്യാറുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. അതിന് യെസ് ഓർ നോ, ശരിയാണെങ്കിൽ ശരി, അല്ലെങ്കിൽ അല്ല, രണ്ടാലൊരു ഉത്തരം പറയും. കേൾപ്പിക്കാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം ഉസ്താദ് ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. ഇപ്പൊ ചോദിക്കുന്നു വരാൻ തയ്യാറുണ്ടോ? ഇതിനെന്താണ് വൈരുദ്ധ്യം? ഇതിന് വൈരുദ്ധ്യമില്ലേ? ഇതിലെന്താ വൈരുദ്ധ്യം? ഞാൻ ഇതിന് വൈരുദ്ധ്യമില്ലേ? എന്തോ ഉസ്താദിന്റെ മനസ്സിൽ തന്നെ ഇല്ല. ഈ ആശയത്തിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞു, അതിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ തയ്യാറുണ്ടോ? ശരിയല്ലേ? ഞാൻ എല്ലാ വിഷയത്തിലും പറഞ്ഞു. അത് നിങ്ങളെ അതിന് ബോധ്യപ്പെടുന്ന ഞാൻ പറഞ്ഞത്. രണ്ട് ഉസ്താദ് പറഞ്ഞു. അതിൽ ഞാൻ പറഞ്ഞത് എന്താന്ന് നിങ്ങൾ ശ്രദ്ധിക്കും. ബാലുശ്ശേരി പറയുന്നു ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ബാലേട്ടൻ യഥാർത്ഥ മുസ്ലിമാണ്. അള്ളാന്റെ റസൂല് പറയുന്നു ഷഹാദത്ത് കലിമ ചൊല്ലിയാലാണ് മുസ്ലിമാകൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ആശയം പ്രചരിപ്പിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സുന്നികളുടെ ആശയത്തിലേക്ക് ഈ വിഷയത്തിൽ നിന്ന് രാജിവെച്ചു വരാൻ തയ്യാറുണ്ടോ ഇല്ലേ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് യെസ് ഓർ നോ, ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ അല്ല. ഏത് വിഡ്ഢിത്തം ഞങ്ങളെ നേതാക്കൾ പറഞ്ഞാലും ഞങ്ങൾ അന്ധമായി അനുകരിച്ച് അവിടെ തന്നെ ഉണ്ടാകും എന്നാണെങ്കിൽ അങ്ങനെ. രണ്ടാലൊന്ന് പറയാൻ എന്താ പേടി? എന്തിനാണത് പേടിക്കേണ്ട ആവശ്യം? അതിങ്ങ് പറയും. കൊടുക്കുമേക്ക് ക്ലിപ്പ് കാണിക്കാൻ പേടിയുണ്ടോ? ഒരു പേടിയില്ല. ക്ലിപ്പ് കാണിച്ചതിന് ശേഷം സ്ഥാനത്ത് ഒരിക്കൽ ചോദിക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ദൈവമേ രക്ഷിക്കണേ, മുഹിയുദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ എന്ന വാദമാണ് നമ്മൾ തമ്മിലുള്ള ചർച്ചയുടെ മെയിൻ കാമ്പ്. അത് ഉസ്താദ് മറക്കണ്ട. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അതിന്റെ ക്ലിപ്പ് കാണിക്ക്. അപ്പൊ ഞാൻ ചോദിച്ചതിന് മറുപടി ഇല്ല. ചോദിച്ചതിന് മറുപടി ക്ലിപ്പ് കാണിച്ചതിന് ശേഷം. അത് ശരി. ഇതേത് വ്യവസ്ഥ? അത് മുമ്പൊരാള് പറഞ്ഞ് ഡോക്ടർക്ക് വന്നപ്പോഴേ ഇനി അടുത്ത വരവില് രക്തം പിന്നെ കാട്ടും മൂത്രമൊക്കെ ടെസ്റ്റ് ചെയ്ത് വരണമെന്ന്. ഫോൺ കേട്ട് ടേസ്റ്റ് ചെയ്യാന്നാ. അത് നന്നായി തിന്നിട്ട് പോയി. ഇതുപോലെ ആകെ തന്നെ തിരിയാതെ പോകരുത്. വിഷയം ശരിക്കും മനസ്സിലാക്കുക. ഞാൻ ഇപ്പൊ ചോദിച്ചു നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ക്ലിപ്പ് കാണിക്കാം. ഞങ്ങളല്ലേ നിങ്ങളെ കേസറ്റ് കണ്ട് ക്ലിപ്പാക്കുന്നത്. അതിന്റെ അപ്പുറമുണ്ട് ഇപ്പുറമുണ്ട് മുഴുവൻ ആണെങ്കിൽ തരാം. അതൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട്. അവിടെ ഒന്നും അമ്പാച്ചൊന്നും പറഞ്ഞ് പേടിപ്പിക്കണ്ട കേട്ടോ. ഞാൻ ഇപ്പൊ ചോദിച്ച ചോദ്യം എന്താണ്? ഞാൻ ആ ക്ലിപ്പ് കാണിക്കും. കാണിച്ചാൽ നിങ്ങളുടെ നേതാവ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് അബദ്ധമാണെങ്കിൽ അബദ്ധമാണെന്നും അതിൽ നിന്ന് സുന്നികളായ നിങ്ങളുടെ ഈ ആശയത്തിലേക്ക് ഞങ്ങൾ അത് വലിച്ചെറിഞ്ഞു വരാൻ തയ്യാറാണെന്നും പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇല്ലേ? ഇത് ചോദിച്ചതിന് മുജാഹിദിന്റെ മൗലവിയാകുന്ന അല്ലെങ്കിൽ പ്രവർത്തകനാകുന്ന എന്റെ സുഹൃത്തിന് അതിയായ പേടി തോന്നുന്നത് നിങ്ങൾ കണ്ടില്ലേ? 2-3 പ്രാവശ്യം അയാളോട് ചോദിച്ചിട്ടും അയാൾ പറയുന്നത് നിങ്ങൾ കാണിക്കൂ, കാണിച്ചതിന് ശേഷം എനിക്ക് വേറെ ചോദിക്കാണ്ട് എന്നാ. ഞാൻ ചോദിച്ചതിന് ഒരു പ്രതികരണവുമില്ല. എന്തുകൊണ്ട്? അവർക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ട് ഞങ്ങളെ നേതാക്കൾ പറയുന്നത് അബദ്ധമാണ്, ഞങ്ങളെ നേതാക്കൾ പറയുന്നത് വിവരക്കേടാണ്, വിവരക്കേടിന്റെ പ്രതീകങ്ങളാണ് ഞങ്ങളെ പണ്ഡിതന്മാർ. അവർക്ക് തന്നെ ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ 3-4 പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ട് ആണെങ്കിൽ ആണെന്നോ അല്ലെങ്കിൽ അല്ലെന്നോ പറയാൻ അയാൾക്ക് മടി വരുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ മുമ്പിലിരിക്കുന്ന സുഹൃത്തെ ശരിക്കും മനസ്സിലാക്കിക്കോ. ആഖിറമാണ് നമ്മുടെ വിഷയം. അപകടം പറഞ്ഞു പോകരുത്. എത്ര അപകടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. എന്താണ് അതിനെ സംബന്ധിച്ചൊരു പ്രതികരണം നടത്തുന്നതിൽ നിങ്ങൾക്കൊരു പേടി? ക്ലിപ്പ് ഞാൻ കാണിച്ചു തരില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.
ഇല്ലല്ലോ. അതിനല്ലേ ഈ സംവിധാനമൊക്കെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഒരാൾ ഇസ്ലാമിലേക്ക് വരാനുള്ള മാനദണ്ഡം ദൈവമേ രക്ഷിക്കണേ എന്ന് മാത്രം പറയലാണോ? അല്ലേ? അതിന് ഞാൻ തെളിവ് ചോദിച്ചു. അതാണ് നിങ്ങളെ മൗലവി പറയുന്നത്. ഞങ്ങളുടെ ദീൻ പറയുന്നത് അങ്ങനെയല്ല, റസൂലുള്ള ഞങ്ങളോട് പറയുന്നത് അങ്ങനെയല്ല. അല്ലാഹുവാണ് ആരാധനക്കർഹനെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്നും മനസ്സിലുറപ്പിച്ച് സാക്ഷ്യം വഹിക്കലാണ് ഇസ്ലാമിന്റെ പ്രഥമമായ കാര്യമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു. ഇതാണ് സുന്നികളായ ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ പറയുന്നതോ ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുന്ന ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. ബാലേട്ടൻ മുസ്ലിമാകാൻ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ മാത്രം മതി എന്നത് മുജാഹിദിന്റെ ആശയമാണ്. ഞാൻ അതിന്റെ അപ്പുറവും ഇപ്പുറവും കേൾപ്പിച്ചു തന്നാൽ ഈ ആശയം തെറ്റാണെന്നും ഈ വിഷയത്തിൽ സുന്നികളോടൊപ്പം നിൽക്കാൻ ഞങ്ങളുണ്ടെന്നും ഈ വിഷയത്തിൽ നിന്ന് മുജാഹിദുകളോട് വികസിച്ചു നിൽക്കാൻ ഞങ്ങളുണ്ടെന്നും പറയാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് സാധ്യമാണോ? അല്ലേ? ആഖിറത്ത് ലക്ഷ്യമാക്കുന്നുണ്ടെങ്കിൽ എപ്പോഴോ ക്വസ്റ്റ്യൻ എപ്പോഴോ മറുപടി പറയൂ ഈ ചോദ്യത്തിന്. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ക്ലിപ്പ് കാണിച്ചു തരൂരാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിനല്ലേ ഈ സംവിധാനം, അതിനല്ലേ എല്ലാമായി നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെന്തിനാ നമുക്ക് പേടിക്കുന്ന ആവശ്യം? നിങ്ങളെ മൗലവിമാര് പറയുന്ന ഈ മൗലവി അയാൾ പറയാത്ത അപകടങ്ങളില്ല, വിവരക്കേടുകളില്ല. സുബ്ഹാനല്ലാഹയുടെ കാര്യം കേട്ടിട്ടുണ്ടാ നിങ്ങൾ? 33 സുബ്ഹാനല്ലാഹ് ഒരാൾ 99 ചൊല്ലിക്കഴിഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞ നേതാവാണ്. ഇത് രണ്ടിനും മറുപടി പറയണം. ഞാൻ ക്ലിപ്പ് തീർത്ത് കാണിച്ചു തരാം. മറ്റേ നിങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊരു വിഷമുണ്ട് എന്നുള്ളത് ജനങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ. അത് മുജാഹിദുകൾക്ക് തിരിയുന്നുണ്ട്. നേതാക്കൾ പറയുന്നത് വിവരക്കേടാണെന്ന് പാവപ്പെട്ട പ്രവർത്തകർക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്നെല്ലാവർക്കും തിരിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് ചോദിച്ചത്. നിങ്ങൾ ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ, മിണ്ടാൻ കഴിയില്ലല്ലോ, സാധ്യമല്ലല്ലോ. കാരണം അത്രയും വലിയ അപകടമല്ലേ നേതാക്കൾ പറയുന്നത്. ഒന്നുകൂടെ കേട്ടോളൂ നിങ്ങൾ. സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ 33 ഒരാൾ ചൊല്ലി അയാൾ തീരുമാനിക്കുകയാണ് ഞാനൊരു 99 ചൊല്ലട്ടെ. എന്നാൽ അവസ്ഥ കഥ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അയാൾ ഇസ്ലാം എന്ന് പുറത്തുപോയി. ഇതാ കേട്ടോളൂ നിങ്ങൾ. ഒരാൾ 100 നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇത് 33 വട്ടമാണ്. എല്ലാവർക്കും അറിയാം. ലോകത്തൊരു മുസ്ലിമിന് എതിരഭിപ്രായമില്ല. ഒരാള് നമ്മളോട് ചോദിക്കണേ, ഇക്കാക്ക സുബ്ഹാനല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താ? ഓ അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ആണോ? ആ അതെ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് നല്ലതാണോ? ആ നല്ലതാണ്. എന്നാലേ ഞാൻ എല്ലാ ഫർദ് നിസ്കാരത്തിനും 99 വട്ടം ചൊല്ലു ഓരോ ദിക്റും എന്ന് അയാൾ തീരുമാനിച്ചാലോ അവസ്ഥ കഥ കഴിഞ്ഞു. അയാളെ കഥ കഴിഞ്ഞു. ഞാൻ കഥ കഴിക്കുന്നല്ല, അയാളെ കഥ കഴിഞ്ഞു. ഇസ്ലാമെന്ന് പുറത്തുപോയി. സുബ്ഹാനല്ലാഹ് 33 99 ആകുമ്പോഴേക്ക് ഇസ്ലാമെന്ന് പുറത്തുപോയി. ദിക്ർ കൂടുന്നതിനനുസരിച്ച് ഇസ്ലാമെന്ന് പുറത്തുപോയി. പരിശുദ്ധ ഖുർആൻ പറയാണ് വസാകിരീനല്ലാഹ കസീറൻ വസാകിറാതി അഅദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ. ഒരുപാട് ദിക്ർ ചൊല്ലുന്ന പുരുഷന്മാർ, അനേകം ദിക്ർ ചൊല്ലുന്ന സ്ത്രീകൾ, അവർക്കൊക്കെ അനേകം പ്രതിഫലം നമ്മൾ തയ്യാറ് ചെയ്തിരിക്കുകയാണ് നബിയേ. അവർക്ക് പാപമോചനം നമ്മൾ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് നബിയേ. മൗലവി പറയുന്നു 33 സുബ്ഹാനല്ലാഹ് 99 ആയാൽ ഇസ്ലാം തോറ്റുപോയി. ഈ 100 ആയാലോ ദുനിയാവുന്നും പോകും, 110 ദുനിയാവുന്നും ആഖിറത്തുന്നും പോകും. ഇത് ദിക്റിങ്ങനെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആ അഡ്രസ് ഇല്ലാതായി പോകുന്നത്. ഇത്തരക്ക് വിവരക്കേട് പറയുന്ന നേതാക്കളാണ് ഇവരുടെ നേതാക്കളും. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ ക്ലിപ്പ് അതിന്റെ അപ്പുറം ഇപ്പുറം കേൾപ്പിച്ചു തരാം. പക്ഷേ ആ ആദർശം മുജാഹിദ് പണ്ഡിതന്മാർ പറയുന്നത് അബദ്ധമാണെന്നും ആ വിഷയത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും പറയൂ എന്ന് ചോദിച്ചിട്ട് മൗലവി 3-4 പ്രാവശ്യം മടിക്കുകയാണ് ചെയ്തത്. എന്തിന് മടിക്കണം? പറഞ്ഞുകൂടെ? എന്നിട്ട് പറയുന്നു എന്തെങ്കിലും ക്ലിപ്പ് കാണിക്കാൻ പേടിക്കുന്നു. ഞാൻ ക്ലിപ്പ് കാണിക്കാൻ പേടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ക്ലിപ്പ് കാണിച്ചു തരില്ല എന്ന് പറഞ്ഞു. കാണിക്കുന്നതിനൊരു നേട്ടം വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഞങ്ങൾ ഇത് കാണിച്ചു തരാം. എന്തു പറയാനുണ്ട് ആ വിഷയത്തിൽ? മുജാഹിദ് മൗലവി പറയുന്നു ദൈവമേ രക്ഷിക്കണേ എന്ന് ബാലേട്ടൻ പറഞ്ഞാൽ അയാൾ യഥാർത്ഥ മുസ്ലിമാണ്. ഒരാൾ ഇസ്ലാമിലേക്ക് വരാനുള്ള മാനദണ്ഡം ദൈവമേ രക്ഷിക്കണേ എന്ന് പറയലാണോ? അല്ലേ? അതേസമയം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് മനസ്സിലുറപ്പിച്ച് സാക്ഷ്യം വഹിക്കലാണോ? അല്ലേ? ഞങ്ങളെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്നും മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണെന്നും മനസ്സിലുറപ്പിച്ച് സാക്ഷ്യം വഹിക്കലാണ് ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരുന്നതിന്റെ ആദ്യമാനദണ്ഡം. അതേസമയം മുജാഹിദ് നേതാവ് പറയുന്നു, ദൈവമേ രക്ഷിക്കണേ എന്ന് പറയലാണ്. ഇതിലേതാണ് ശരി? അങ്ങൾ പറയുന്ന ക്ലിപ്പിന്റെ അപ്പുറവും ഇപ്പുറവും ഞങ്ങൾ കേൾപ്പിച്ചു തരാം. ആ ആദർശത്തിൽ നിന്ന് ഞങ്ങൾ മുജാഹിദുകളോട് വിട പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ആശയം സ്വീകരിക്കുന്ന സുന്നികളോടൊപ്പം ഞങ്ങൾ ഈ വിഷയത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമാണോ? അല്ലേ? യെസ് ഓർ നോ? ആണെങ്കിൽ ആണെന്ന് പറയൂ, അല്ലെങ്കിൽ അല്ലെന്ന് പറയൂ. എന്നിട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. എന്താണ് നിങ്ങൾ ഈ വിഷയത്തിൽ മടിക്കുന്നത്? കൊടുക്കുമോനെ മൈക്ക്. സാർ നമ്മൾ വിഷയത്തിൽ നിന്ന് അകന്നുള്ളൂ സാർ. തീർച്ചയായും അകലുന്നില്ല. സാർ അകന്നു പോകുന്നുണ്ട്. നിങ്ങൾ അകലുന്നുണ്ടെങ്കിൽ ഞാൻ അറിയില്ല. വ്യവസ്ഥ വെച്ചിട്ടുള്ള സംസാരത്തിനല്ല നമ്മളിവിടെ വന്നത്. അല്ല, ചോദ്യം ചോദിക്കുന്നത് ഞാനാണ്. അതെ, മറുപടി ഞാനാണ്. ഉസ്താദ് ചോദിക്കുന്നു, തിരിച്ചു ചോദിക്കാനിപ്പാ. എന്തോ ഒരു കഷ്ടായിപ്പോയി. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? മുഖാമുഖം എന്നല്ലേ പറഞ്ഞത്? ഫേസ് ടു ഫേസ് എന്നാണ് പറഞ്ഞത്. ചോദ്യം അങ്ങോട്ടും വരാം ഇങ്ങോട്ടും വരാം, മറുപടി അങ്ങോട്ടും വരാം ഇങ്ങോട്ടും വരാം, അല്ലേ? മറുപടി പറയൂ ഉസ്താദ്, എന്നിട്ട് നമുക്ക് ചോദിക്കാം. ആ മറുപടിക്കാണ് ഞാൻ പറഞ്ഞത്. കാണിച്ചു തരാം, തരില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാണിച്ചു തരാം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ കൊണ്ടുവന്നിട്ടുമുണ്ട്. അതിന്റെ മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ ഇത് കാണിച്ചു തന്നാൽ മുജാഹിദിന്റെ ഈ ആശയം വിട്ട് സുന്നികളായ നിങ്ങൾ പറയുന്ന റസൂലുള്ളാന്റെ ആദർശത്തിലേക്ക് നിങ്ങളോടൊപ്പം വരാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ വിഷയത്തിൽ നിന്ന് മുജാഹിദുകളോട് വിട പറയാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് നിങ്ങൾ പറയുമോ ഇല്ലയോ? എന്താണ് ഇതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് പേടി? നിങ്ങൾക്ക് മടി വരുന്നുണ്ടല്ലേ? നിങ്ങളുടെ നേതാക്കൾ പറയുന്നത് അബദ്ധമാണെന്ന് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടല്ലേ? നേതാവ് പറയുന്നത് 100% ശരിയാണെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പറഞ്ഞുകൂടെ ധൈര്യമായി? പക്ഷെ നിങ്ങൾ പറയാൻ മടിക്കുന്നു. എന്തുകൊണ്ട്? നേതാക്കൾക്ക് തന്നെ അപകടം പറ്റിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ? അത് ഞങ്ങൾ സദസ്സിനെ ബോധ്യപ്പെടുത്തട്ടെ. നിങ്ങളൊന്ന് പറയൂ. ആണെങ്കിൽ ആണെന്ന് പറയൂ, അല്ലെങ്കിൽ അല്ലെന്ന് പറയൂ. ഞാൻ കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം. ഞാൻ നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് ഒരിക്കലും മാറുന്നില്ല. മാറാൻ വന്നവരല്ലല്ലോ ഞങ്ങള്. നേരത്തെ ഏലംകുളം സഖാഫി പറഞ്ഞില്ലേ, പെർമിറ്റ് കഴിഞ്ഞാലും ഞങ്ങളിവിടെ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി ഇനി എവിടെ ഇരുന്ന് ചർച്ച ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ നന്നാകണം എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്, വെടക്കാകണം എന്നുള്ള ലക്ഷ്യം ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നേതാവിന്റെ പ്രഭാഷണത്തിന്റെ അപ്പുറവും ഇപ്പുറവും ഞങ്ങൾ കേൾപ്പിച്ചു തരാം. നിങ്ങളുടെ നേതാവ് പറയുന്ന ഈ വിവരക്കേടിൽ നിന്ന് രാജിവെച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ആശയം പറയുന്ന സുന്നികളായ നിങ്ങളോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ ഒക്കുമോ ഇല്ലയോ? ഒക്കുമോ ഇല്ലയോ? ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഇൻഷാ അല്ലാഹ് ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തരും. ഒരു ഡൗട്ട്, ഞാനൊരു നിഷ്പക്ഷവാദിയാണ്. ഈ ഇരിക്കണ ഇത്ര ആൾക്കാർക്ക് ഇത് അറിഞ്ഞാൽ കൊള്ളാന്നുള്ള വിഷയമുണ്ട്. ഇതിനകത്ത് വെല്ലുവിളിയുടെ അല്ലെങ്കിൽ ഒരാളെ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇനിയിപ്പൊ ഞാൻ മുജാഹിദ് പക്ഷക്കാരനാണെന്ന് തന്നെ ഇരിക്കട്ടെ, എനിക്ക് അങ്ങോട്ട് വരാൻ സൗകര്യമില്ല. ഉസ്താദിന് കാണിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചതിന് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും. നിങ്ങൾക്ക് മറുപടി പറയാം. കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വാസി വൈരാഗ്യമൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാന്നല്ലേ പറയുന്നത്. നിഷ്പക്ഷനാണ് എന്ന് നിങ്ങൾ പറയുന്നത് സാധാരണക്കാരെ കൺഫ്യൂഷൻ ആക്കാനാണ്. അത് ഞങ്ങൾക്ക് തിരിയും. അതെ, ഞാൻ പറയുന്നു പ്രിയപ്പെട്ട എന്റെ പിതാവിന്റെ പ്രായമുണ്ടെന്ന് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു, ഞാൻ നിങ്ങളെ ആദരിക്കുന്നു, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തിരിഞ്ഞോ? മുജാഹിദിന്റെ മോനെ നേരത്തെ ആ ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക്. എന്നിട്ട് നിങ്ങളുടെ വീക്ഷണം പറയും. അതാ ക്ലിപ്പ് കാണും വേണ്ടാന്നാ പറയുന്നത്. ഇപ്പൊ ഒരു കാര്യം കാണിക്കും. ഞങ്ങൾ കാണിക്കാനല്ലേ കൊണ്ടുവന്നത്. ഞങ്ങൾ കാണിച്ചു തരാം. ഞാൻ ചോദിച്ചതിന് പാവപ്പെട്ട സുഹൃത്തിന് മറുപടിയില്ല. നിങ്ങൾ നോക്കണം, ഇത് മുജാഹിദുകളുടെ ഒരു നാടകീയ കളിയാണ്. സ്വന്തം നേതാവിന്റെ വിവരക്കേട് പോലും സമ്മതിക്കാൻ സ്വന്തം അണികൾക്ക് സാധ്യമല്ലാത്ത വിധം അത്രയും വലിയ അപകടങ്ങൾ പറയുന്ന ഒരവസ്ഥ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളിൽ സംജാതമായപ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അണികൾക്ക് പോലും ആ വിവരക്കേടിനെ അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു ഗതികേട് വരുന്നു. ഇനി ഞാൻ പറയുന്നു, ഈ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾ ക്ലിപ്പ് കാണിച്ചു തരാം. കാണിച്ചു തരില്ല എന്ന് ഞാൻ പറയുമ്പോഴല്ലേ ഈ വിഷയത്തിൽ എതിർപ്പ് വരുന്നത്.
വിദേശം വരുന്നത് ഞാൻ നാടകീയം കളിച്ചു എന്നൊക്കെ പറയേണ്ടിവരല്ല. എപ്പോഴാണ്? കാണിച്ചു തരില്ല, സൗകര്യമില്ല എന്ന് ഞാൻ പറയുമ്പോഴല്ലേ ഞാൻ കാണിച്ചു തരാമെന്നല്ലേ പറയുന്നത്. പക്ഷേ ഈ ആദർശത്തിൽ നിന്ന് ഞങ്ങൾ മുജാഹിദുകളോട് സലാം ചൊല്ലി എന്നിട്ട് ഈ ആശയത്തിലേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് നിങ്ങൾ പറയുമോ? ഇല്ലേ? എന്നാൽ ഞാൻ കാണിച്ചു തരാം എന്നാ പറയുന്നത്. ഞങ്ങൾക്ക് സൗകര്യമില്ല കാണിച്ചു തരാം നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരും, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണ്? നേതാക്കൾ പറയുന്നത് പോലും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. അതുകൊണ്ടാ യെസ് ഓർ നോ രണ്ടാലൊരു മറുപടി പറയൂന്ന് ഞാൻ പറയുന്നത്. അപ്പൊ പിന്നെ നിഷ്പക്ഷമായി എന്ന് പറയുന്നതിലൊന്നും ഒരു അർത്ഥമല്ല. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാൾ പറയേണ്ടത് എന്താണ്? മുജാഹിദ് പറഞ്ഞ ഒരു അപകടം നമ്മൾ കാണിച്ചപ്പോ ഒരാൾ ചോദിക്കുകയാണ് അതിന്റെ അപ്പുറം ഇപ്പുറം കേൾപ്പിക്കാൻ സാധ്യമാണോ? അപ്പൊ നമ്മൾ പറയാണ് അപ്പുറവും ഇപ്പുറവും കേൾപ്പിച്ചു തരാം. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ആ ഒരാശയം വലിച്ചെറിഞ്ഞ് സുന്നികളോടൊപ്പം നിൽക്കുമോ എന്ന് ചോദിക്കുന്നതല്ലേ നിഷ്പക്ഷമാന്റെ ചോദ്യമാകേണ്ടത്. ഞാനതല്ലേ പറയുന്നത്. ഞാൻ ഒരിക്കലും നിങ്ങളെ ആക്ഷേപിച്ചിട്ടില്ല, കാണിച്ചു തരില്ല എന്നും പറഞ്ഞിട്ടില്ല, അതിന് സൗകര്യമില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാണിച്ചു തരാം, അതുമായിട്ടാ ഞങ്ങൾ വന്നത്. പക്ഷേ കാണിച്ചു തരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഫലം വേണം. നിങ്ങൾ കേടുവരണമെന്ന് ഉദ്ദേശിക്കുന്നവരല്ല, നിങ്ങൾ നന്നാകണമെന്ന് ഉദ്ദേശിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ കാണിച്ചു തരുമ്പോൾ അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന പക്ഷം നിങ്ങളത് വലിച്ചെറിഞ്ഞുകൊണ്ട് ആ ഒരു വിഷയത്തിൽ സുന്നികളോടൊപ്പം നിൽക്കാൻ തയ്യാറാണോ? ആണോ അല്ലേ? ഇതല്ലേ ഞാൻ ചോദിച്ചത്. അതിന് യെസ് ഓർ നോ രണ്ടാലൊരു മറുപടി പറയൂ നിങ്ങൾ. എങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചു തരിക തന്നെ ചെയ്യും. ഞങ്ങൾ പറഞ്ഞത് ഉസ്താദിന് ഇപ്പൊ ആശയക്കാരനാന്ന് കൂട്ടിയാൽ പോലും ഞങ്ങൾ അതിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറല്ല. കാണിക്കാൻ പറ്റുമോ? കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ മുജാഹിദുകൾക്ക് അവർക്ക് ഒന്നുകൂടെ ഉറപ്പ് വരുത്തുകയാണ് അവര് എന്നാണ് ഇപ്പൊ നമുക്ക് തിരിഞ്ഞ സ്ഥിതിക്ക്. ഇൻഷാ അല്ലാഹ് മോനെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക്. കണ്ടോ? ആദ്യം നിങ്ങൾ പോകരുത്, കേൾക്കണം. അഭിപ്രായം പറയട്ടെ. ഹലോ പ്രിയമുള്ളവരെ, ഇവിടെ കുറച്ചധികം നേരമായി ഇങ്ങനെ നടക്കുന്നു. മുജാഹിദ് വിഭാഗം ഇത് കാണിച്ചാൽ അതിൽ നിന്നും പിന്മാറുമോ ഇല്ലയോ എന്ന് ഉസ്താദ് ചോദിക്കുമ്പോൾ അവർ ഒന്നും പറയുന്നില്ല. ഉസ്താദ് കാണിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അവർ അത് കാണിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ദയവ് ചെയ്ത് ഉസ്താദ് കാണിക്കണ്ട. കാരണം അവർ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. വെറുതെ സമയം കളയുകയാണ് അവർ സമയം കളയുകയാണ്. നമ്മൾ കാണിക്കും, ഇൻഷാ അല്ലാഹ് നമ്മൾ കാണിക്കും. പക്ഷേ അവർ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലെങ്കിൽ നമ്മൾ ഒന്നുകിൽ അവർ മുജാഹിദിൽ രാജിവെച്ച് അന്യമതം സ്വീകരിക്കണം, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരണം. അതാണ് നിഷ്പക്ഷമായി പറയുന്നവരുടെ മറുപടി. ഇതിനാണ് നിഷ്പക്ഷം എന്ന് പറയുന്നത്. അതല്ലാതെ മുജാഹിദുകൾക്ക് ചൂട്ടുപിടിച്ച് സംസാരിക്കുക എന്നതിന് നിഷ്പക്ഷം എന്ന് പേര് വെച്ചാൽ പഞ്ചസാര ചാക്കിന് സിമന്റ് എന്ന് എഴുതി വെച്ചതുപോലെയാകും. സഹോദരന്മാരെ, ഇവിടെയാണ് ന്യായം. അന്യായവും ന്യായവും തിരിയാത്തവരല്ലല്ലോ നമ്മള്. മൃഗത്തെക്കാൾ അതപ്പതിച്ചവരല്ലല്ലോ നമ്മള്. വിവേകമുള്ളവരാണ്. ഞാൻ ആദ്യം കേൾപ്പിച്ച ആ ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കുക. എന്നതിനു ശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ പൂർണ്ണഭാഗം കേൾപ്പിച്ചു തരാം. ഒക്കെ ഞങ്ങളെ കയ്യിലുണ്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് ആ ഭാഗം നിങ്ങൾ ആദ്യം കേൾക്കുക. എന്താ പറയുന്നത്? കേൾക്കണം നിങ്ങൾ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുന്ന ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിമേ. നോക്കണം നിങ്ങൾ, ഗൗരവമുള്ള തെറ്റല്ലേ ഇത്. ബാലേട്ടൻ മുസ്ലിമല്ല എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ബാലേട്ടനും പറയും ഞാൻ അമുസ്ലിമാണ്, ഞാൻ ഹിന്ദു മതക്കാരനാണ്. അഭിമാനത്തിൽ പറയും അവിടെ തീവ്രവാദമില്ല, വർഗീയതയില്ല. പക്ഷേ മുജാഹിദിന്റെ നേതാവ്, പ്രസ്ഥാനത്തിന്റെ പേര് തന്നെയുള്ള നേതാവ്, അയാൾ പറയുന്നു ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുന്ന ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അടിസ്ഥാനത്തിൽ മുജാഹിദുകൾക്ക് അബദ്ധം പറ്റിപ്പോയി. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മാനദണ്ഡം മുജാഹിദുകൾക്ക് അറിയാതെ പോയി. ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിന്റെ കാരണങ്ങൾ എന്തെന്നറിയാതെ മുജാഹിദുകൾ വട്ടം തിരിയേണ്ടി വന്നു. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളുടെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഷഹാദത്ത് കലിമ മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുമ്പോഴാണ് ഒരാൾ ഇസ്ലാം
ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. നേതാവ് മുജാഹിദിന്റെ പണ്ഡിതം പറയുന്നു, ദൈവമേ രക്ഷിക്കണേ എന്ന് പറയലാണ്. ആദ്യം നിങ്ങൾ അതൊന്ന് കേൾക്കുക. അതുകൊണ്ടല്ലേ നമ്മളെ മുശ്രിക്കുകളാണെന്ന് പറയേണ്ടി വന്നത്, അതുകൊണ്ടല്ലേ നമ്മളെ കൊല്ലണം എന്ന് പറഞ്ഞത്. ആദ്യം നിങ്ങൾ അത് കേട്ടതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ തീർത്തു കണ്ടിച്ചു. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ഇതാണ് നേരത്തെ ഇട്ട ക്ലിപ്പ്. ഇനി അതിന്റെ പരിപൂർണമായ ക്ലിപ്പ് ഇടുകയാണ്. ആ ചോദ്യം ചോദിച്ച ആളുകൾ കേട്ടോളി. ഫുള്ളാണ്. അതിന്റെ അപ്പുറം ഇടാൻ പറഞ്ഞ ആളുകൾ ശരിക്കും ശ്രദ്ധിക്കുക. പണ്ട് കാലത്ത് പലപ്പോഴും നമ്മള് ഇടവഴികളിലൂടെ നടന്നു പോകുമ്പോ രാത്രി വീടുകളിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കും. ശബ്ദം കേട്ടാ വീടേതാ തിരിച്ചറിയില്ല. അപ്പതാ ഒരു വീട്ടിൽ നിന്ന് മൊഹിദ്ദീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറയുമ്പോ ഇടവഴിയിലൂടെ നടന്ന മനുഷ്യ മനസ്സിലാക്കുന്ന ഒരു മുസ്ലിമിന്റെ വീടാണ്. തൊട്ടപ്പുറത്തുനിന്നാരെങ്കിലും ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഉടനെ മനുഷ്യൻ മനസ്സിലാക്കുന്ന ഒരു കാഫിറിന്റെ വീടാണ്. എന്തൊരു വൈരുദ്ധ്യമാണ്! യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. കാരണം എന്താ? ദൈവമേ രക്ഷിക്കണേ എന്നത് പ്രാർത്ഥനയാണ്, അത് ദൈവത്തോടാണ്, ഇടയാളന്മാരില്ലാത്തതാണ്. അള്ളാഹു നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്ന പരിഭാഷയാണ്. അപ്പൊ ആ പ്രാർത്ഥന ദൈവത്തോടാണ്. നേരെ മറിച്ച് മൊഹിദ്ദീൻ ശൈഖ് ദൈവത്തിന്റെ ഒരു കേവലം അടിമയാണ്. കേവലം അതീവ ദുർബലനായ അടിമയാണ്. ആ സഹോദരന്മാരെ, പണ്ട് കാലത്ത് ശരിക്കും കേട്ടപ്പോ ശരിക്കും കേട്ടില്ല. പണ്ട് കാലത്ത് നമ്മൾ ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോ ദൈവമേ രക്ഷിക്കണേ എന്നൊരു വീട്ടിൽ നിന്ന് കേൾക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കും അത് ഹിന്ദുവിന്റെ വീടാണ്. കാരണം മുസ്ലിങ്ങൾ അള്ളാഹുവേ എന്നാണ് പറയല്. അപ്പോ ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുമ്പോ അത് കാഫിറിന്റെ വീടാണെന്ന് നമ്മൾ പറയും. എന്നാലോ ചില വീടുകളിൽ കേൾക്കും മൊഹിയുദ്ദീൻ ശൈഖേ രക്ഷിക്കണേ, അത് മുസ്ലിമിന്റെ വീടാണ് എന്ന് നമ്മൾ പറയും. കാരണം മഹാന്മാരോട് സഹായം ചോദിക്കൽ മുസ്ലിമീങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യും, മഹാന്മാരോട് അള്ളാഹുവിൽ നിന്ന് സഹായം കിട്ടാൻ അവരോട് സഹായം ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് മുസ്ലിമീങ്ങളുടെ വീടാണെന്ന് മനസ്സിലാക്കും. എന്നിട്ട് മൂപ്പര് പറയുന്നു, യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. ഇതാണ് ഞാൻ ചോദിച്ചത്. മുമ്പ് സക്കരിയ സലാഹി സംവാദത്തിൽ പറഞ്ഞത് നിങ്ങൾ മറന്നോ? അപ്പുറം ഇപ്പുറം വായിച്ചില്ലാന്ന് എന്നതുകൊണ്ട് നടുത്തത് ഇല്ലാതാവോ എന്ന് യോജിച്ച പോലെ എനിക്കിവിടെ പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടൻ യഥാർത്ഥ മുസ്ലിമാണ്. ഇവിടെയാണ് എനിക്ക് പറയാനുള്ളത്. ബാലേട്ടൻ എന്ന് പേര് പറഞ്ഞതുകൊണ്ട് തന്നെ അയാൾ ഹിന്ദു മതക്കാരനാണെന്ന കാര്യം ഉറപ്പാണല്ലോ. അയാൾ ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുമ്പോ മുസ്ലിമാണൊന്നുമല്ല പറഞ്ഞത്, യഥാർത്ഥ മുസ്ലിമാണ് എന്നാ പറഞ്ഞത്. ഇവിടെയാണ് എന്റെ ചോദ്യം. അതല്ലേ മൗലവി പറയുന്നതും അബദ്ധാണ് എന്ന് പ്രവർത്തകർക്ക് തോന്നിയത്? മറുപടി പറയാതെ അവർ രക്ഷപ്പെട്ടത്, ഒരു നിഷ്പക്ഷമായി പറയാൻ ഒരാളെ കൂട്ടുപിടിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം. ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മാനദണ്ഡം ദൈവമേ രക്ഷിക്കണേ എന്ന് പറയലാണോ അല്ലേ? മുജാഹിദ് പറയുന്നു ദൈവമേ രക്ഷിക്കണേ എന്ന് ബാലേട്ടൻ പറഞ്ഞാൽ യഥാർത്ഥ മുസ്ലിമാണ്. അള്ളാന്റെ റസൂല് പറയുന്നു അങ്ങനെ പറഞ്ഞാ പോരാ. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ മതക്കാരും മുസ്ലിമീങ്ങളാന്ന് പറയണ്ടേ? അതല്ലേ ഞാൻ നേരത്തെ വിശദീകരിക്കുമ്പോ പറഞ്ഞത്, എല്ലാ മതക്കാരും എപ്പോഴെങ്കിലും ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുന്നവരല്ലേ. അതുകൊണ്ട് എല്ലാ മതക്കാരും മുസ്ലിമീങ്ങളാന്ന് പറയാൻ പറ്റുമോ? അത് പറഞ്ഞാൽ മറ്റു മതക്കാരത് അംഗീകരിക്കുമോ? അത് മുസ്ലിമീങ്ങളുടെ ആദർശമാണോ? അള്ളാന്റെ റസൂല് പറയുന്ന അങ്ങനെയല്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാന്റെ സമീപത്ത് വന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് തങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അൻതശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ദൈവമേ രക്ഷിക്കണേ എന്ന് പറയലാണെന്നല്ല റസൂലുള്ള പറഞ്ഞത്. പിന്നെയോ അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനായി ഒരാളും തന്നെ ഇല്ലെന്നും അള്ളാഹുവിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂലാണെന്നും മനസ്സിലുറപ്പിച്ച് സാക്ഷ്യം വഹിക്കുന്നു. ഇതാണ് ഇസ്ലാമിന്റെ പ്രധാനവും പ്രഥമവുമായ കാര്യമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്, മുജാഹിദ് മതത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് ബാലേട്ടം പറഞ്ഞ മുസ്ലിമാണെന്ന് പറയുന്നു. സുന്നികൾ അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുന്നത് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിച്ചാലേ മുസ്ലിമാകൂ എന്ന് റസൂലുള്ള പറയുന്നതും അത് പിൻപറ്റുന്ന സുന്നികളും പറയുന്നത്. എന്നാൽ ഈ ആശയത്തിൽ നിന്ന് മുജാഹിദുകളുടെ പൊട്ടൻ വിശ്വാസത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് റസൂലുള്ളാന്റെ ആദർശം സ്വീകരിക്കുന്ന സുന്നികളോടൊപ്പം ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണെന്ന് മൗലവി പറയൂലേന്ന് ചോദിച്ചിട്ട് അയാൾ മിണ്ടിയില്ല. പലതവണ ചോദിച്ചിട്ടും മിണ്ടിയില്ല. അങ്ങനെയായപ്പോ അയാൾക്ക് തോന്നി ഇത് കുടുങ്ങിയപ്പം വേറെ ചില ആളുകൾ നിഷ്പക്ഷമായി പറയാൻ ഒരാളെ വിട്ട് കലക്കി എന്നല്ലാതെ ഇതിന് മറുപടിയായോ സഹോദരന്മാരെ? ഇങ്ങോട്ട് പറയും ആരാ പറയാ? ബഹുമാനപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളോട് ചോദിക്കാനുള്ളത്, പല കാലങ്ങളായിട്ട് ഈ പഞ്ചായത്ത് ജംഗ്ഷനിലേക്ക് സ്റ്റേജ് കെട്ടി അവര് കെട്ടും ഇവര് കെട്ടും അങ്ങനെ ഒരുപാട് കെട്ടുന്നുണ്ട്. ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായത്, നിങ്ങൾ പറഞ്ഞ ക്ലിപ്പ് കാണിക്കാൻ പറഞ്ഞു, ഞങ്ങൾ കൃത്യമായിട്ട് ക്ലിപ്പ് കണ്ട് തിരിച്ചൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. ദയവേത് ധൈര്യം കടന്നുവരാം. അല്ല, നേരത്തെ ആ ക്ലിപ്പ് കാണിച്ചാ പ്രതികരിക്കാന്ന് ആ സുഹൃത്ത് പറഞ്ഞിരുന്നു. അതില്ല, ഇവിടെ വരത്തില്ലേ? എന്നാ പറയും, ഒന്ന് പ്രതികരിക്കും പ്ലീസ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോൾ ഇതുപോലെയുള്ള വിഷയങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ വിവരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇത്തരം നേരം സമയം വിനിയോഗിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ വേദി ഒരുക്കിയത് അൽഹംദുലില്ലാ, രണ്ട് സഹോദരന്മാർ ചോദിക്കാം എന്നുള്ള നിലക്ക് തന്നെ വന്ന് ചോദ്യോത്തരങ്ങളൊക്കെ നൽകി എല്ലാ നിലക്കും ചോദിക്കുകയും മറുപടി പറയുകയൊക്കെ ചെയ്തു. പിന്നെ സ്വാഭാവികമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരം വേദികളൊക്കെ സംശയ നിവാരണത്തിന് ഇത്തരം വേദികളൊക്കെ ഒരുക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളുടെ മാത്രം കുത്തകയാണ് എന്ന് മാത്രം ഈ സമയത്ത് നിർത്തിക്കൊണ്ട്, പ്രിയപ്പെട്ട ദൂരെ നിൽക്കുന്ന ആളുകളൊക്കെ ഒരു 10 മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് അടുത്ത് വരിക. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങൾ ആരുടെ മുമ്പിലും തുറന്നു പറയാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ മഹാരഥന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ സമുന്നതരായ പണ്ഡിതന്മാരുടെ കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള സാദാത്തുക്കളുടെ അവർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ആദർശമാണ് എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബിന്റെ ദീന് ഇൻഷാ അല്ലാഹ് ശരീരത്തിൽ റൂഹുള്ള കാലത്തോളം പറയുക തന്നെ ചെയ്യും. അള്ളാഹു നമുക്കതിന് ശക്തി നൽകുമാറാവട്ടെ എന്ന് ഈ സമയത്ത് ഉണർത്തുന്നതോടൊപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, എന്റെ മറുപട്ടത്തിരിക്കുന്ന സുഹൃത്തുക്കളോട് ഈ സമയത്ത് ഉണർത്താനുള്ളത്, ഇതുപോലെ ഒരു ഓപ്പൺ വേദി പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ ഈ ശൈലിയിലുള്ള ഒരു മുഖാമുഖം നടത്താൻ, അതുപോലെ മറുപടി പറയാൻ കഴിയുന്ന മറുപക്ഷികൾക്കോ അവരുടെ പണ്ഡിത സംഘടനക്കോ ഇതുപോലൊരു വേദി ഒരുക്കാൻ ആണത്വമുണ്ടോ, ആർജവമുണ്ടോ എന്ന് ഈ സമയത്ത് ചോദിച്ചുകൊണ്ട് റബ്ബ് തആല ഈ സംരംഭത്തിന് എല്ലാവരും ബർക്കത്ത് നൽകുമാറാകട്ടെ.